ആഹാ, എന്തൊരു ഭംഗിയുള്ള മത്തങ്ങ. ഇതെനിക്ക് കണ്ടിട്ട് മുറിക്കാൻ പോലും തോന്നുന്നില്ല കേട്ടോ. പക്ഷെ നമുക്ക് മുറിച്ചല്ലേ പറ്റൂ കറി വയ്ക്കണമെങ്കിൽ. അതുകൊണ്ട് ഞാൻ മുറിച്ചു കേട്ടോ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഓണസദ്യയുടെ 10ാമത്തെ വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു മത്തങ്ങയും പയറും ചേർന്ന എരിശ്ശേരിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇതുവരെയുള്ള വിഭവങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മത്തങ്ങയാണ് ഞാനിവിടെ ചേർക്കുന്നത്. 3/4 ഭാഗം വേവിച്ച് വെച്ചിട്ടുള്ള 1 കപ്പ് പയറും ഞാനതിലേക്ക് ചേർക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളവും വെച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് 1 കപ്പ് തേങ്ങ, അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 4 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 5-6 ചുവന്നുള്ളി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കാം. വെന്ത് വന്ന പച്ചക്കറി മിശ്രിതത്തിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർക്കുകയാണ്. ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് 2 പച്ചമുളക് ചേർക്കാം. പിന്നീട് നമുക്ക് കുറച്ച് വേപ്പിലയും ചേർക്കാം. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. അപ്പോഴേക്കും ആ മിശ്രിതം വെന്ത് വരും. അതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കടുക് പൊട്ടിച്ച് വേപ്പിലയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ ചുമക്കുന്നത് വരെ നമുക്കൊന്ന് മൊരിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സദ്യയിൽ എൻ്റെ വിഭവങ്ങൾ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും താങ്ക് യു.